കടമ്പഴിപ്പുറ ന്യൂ പ്രൈം മണി ഫിനാൻസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപനാധികൃതർ. കടമ്പഴിപ്പുറം ആലങ്ങാട് സ്വദേശിനിയായ വീട്ടമ്മയുടെ 90 ഗ്രാം സ്വർണം സ്ഥാപനം അപഹരിച്ചുവെന്ന പരാതി കെട്ടിച്ചമച്ചതാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂ പ്രൈം മണി ഫിനാൻസ് കടമ്പഴിപ്പുറം ബ്രാഞ്ചിനെതിരെ പരാതി നൽകിയ ബിന്ദു എന്ന കസ്റ്റമറെ മുൻനിർത്തിക്കൊണ്ട് ചില തൽപര കക്ഷികൾ കമ്പനിയെ അപകീർത്തിപ്പെട്ട് ശ്രമിക്കുന്നതായി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നതാണ്. ഞങ്ങൾ നല്ലവരായ കസ്റ്റമർ ഇതെല്ലാം തള്ളിക്കളയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പണയ കാലാവധി കൃത്യമായി കഴിഞ്ഞതിനെ തുടർന്ന് നിയമപരമായ നടപടികളിലൂടെയാണ് സ്വർണം ലേലം ചെയ്തത്. ലേല തീയതിയും മറ്റു വിവരങ്ങളും പലതവണ ഉപഭോക്താവിനെ അറിയിച്ചിരുന്നെങ്കിലും ഇവർ സ്ഥാപനത്തിൽ വരാനോ സ്വർണം തിരിച്ചെടുക്കാനോ തയ്യാറായില്ല. അവര് 2022-23 കാലയളവിലാണ് നമ്മളുടെ സ്ഥാപനത്തിൽ ഗോൾഡ് ലോൺ വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒരുപാട് തവണ അവരെ പുതുക്കുന്നതിനായിട്ടും ഇൻട്രസ്റ്റ് അടയ്ക്കുന്നതിനായിട്ടും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ബ്രാഞ്ചുമായിട്ട് ഒരു തരത്തിലും സഹകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം നമ്മൾ ഓപ്ഷൻ നോട്ടീസ് അടക്കം വാട്സപ്പ് മെസ്സേജ്, ഓപ്ഷൻ നോട്ടീസ് എന്നിവയൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ലേലം സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരുന്നു. ലേല നോട്ടീസ് നൽകിയതിന്റെ എല്ലാവിധ രേഖകളും സ്ഥാപനത്തിന്റെ കൈവശമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇതിൽ നിന്ന് കസ്റ്റമർക്ക് നമ്മൾ അയച്ച ഓപ്ഷൻ നോട്ടീസാണിത്. അവര് അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ 1 തവണ അല്ല 2 തവണ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ ലേലം നടന്നതിന് ശേഷവും പരാതിക്കാരി ബാങ്കുമായി മറ്റിടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഓപ്ഷൻ എടുത്തതിന് ശേഷവും ഈ കസ്റ്റമർ നമ്മൾ മുഖേന ഒരുപാട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നെയാണ് ഈ ബിന്ദു പറഞ്ഞ ആളുടെ മകൻ നമ്മളുടെ ഓഫീസിൽ വരികയും അവരുടെ നിലവിലുള്ള ഗോൾഡ് ലോൺ എല്ലാം പുതുക്കുകയും പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതികളിൽ സത്യസന്ധതയില്ലെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയതായും അധികൃതർ കൂട്ടിച്ചേർത്തു. ബിന്ദു എന്ന കസ്റ്റമർ നമ്മുടെ ബ്രാഞ്ചിൽ ആദ്യമായിട്ട് സ്വർണം വയ്ക്കുന്നത് 2022 കാലയളവിലാണ്. 1 വർഷം തികഞ്ഞതിന് ശേഷം 1 തവണ അവർ 10,000 രൂപയോളം ഗോൾഡിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്. അതിന്റെ രേഖകൾ നമ്മൾ അന്ന് അവർക്ക് നൽകിയതുമാണ്. അതിനുശേഷം 2024 അവസാന മാസം വരെയും നമ്മൾ അവരെ പലപ്പോഴായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അവർ വെച്ചിരിക്കുന്ന ഗോൾഡിലേക്ക് എത്രയാണ് പലിശയും മുതലും ചേർത്ത് അടയ്ക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അവർ ഒരിക്കൽ പോലും നമ്മുടെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്യാനോ അതിൽ ഈ വെച്ചിരിക്കുന്ന സ്വർണത്തിലേക്ക് പലിശ ഇനത്തിൽ 1 രൂപ പോലും അടയ്ക്കാനോ തയ്യാറായിട്ടില്ല. പലപ്പോഴായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർ പലപ്പോഴും ഹോസ്പിറ്റൽ കേസാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അവസാനം 1 വർഷത്തിന് ശേഷം നമ്മൾ ലേല നോട്ടീസ് അയച്ചപ്പോൾ അത് അവർ അക്നോളജ്മെന്റ് പ്രകാരം നമുക്ക് അവർക്ക് കിട്ടാതെ കൊണ്ട് തിരിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. 2 തവണ ലേലത്തിന് നോട്ടീസ് അയച്ചിട്ടും അവർ യാതൊരുവിധ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അവസാനം 1 വർഷത്തിന് ശേഷം നമ്മൾ പല അവധികൾ നൽകി അവസാനം അവർ എടുക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ മാത്രം നമ്മൾ ലേലത്തിൽ എടുത്തിട്ടുള്ളതാണ്. സ്ഥാപനത്തെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ ശരണ്യ, മാനേജർ ദിവ്യ, ഏരിയ മാനേജർ ഹരീഷ് എന്നിവർ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം.